ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ മലയാള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശം നയനയും നന്ദുവും കൂടി കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ AN ജ്വല്ലറിക്കാരുടെ ക്രൂരതകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ കൊന്നുകളഞ്ഞ ആളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം നമ്മുടെ നന്ദു ഇങ്ങനെ പറയുക. അപ്പം മാളവിക ഇപ്പം നിലവിൽ അവിടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളോട് എന്നെ കാണാൻ വരുമ്പോൾ മാക്സിമം മുഖം മറിച്ച് വരണമെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും, അല്ലെങ്കിൽ അത് അവളുടെ ജീവന് തന്നെ ആപത്താണ് എന്നുള്ള കാര്യവും ആദർശ് ഇങ്ങനെ ഇവരോട് പറയുവാണേ. അവൾ നമുക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവളുടെ ഗതിയും ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ആദർശ് പറയുന്നു. ഇപ്പം മാളവികയാണല്ലോ അവരുടെ തുറുപ്പ് ചീട്ട്, അതുകൊണ്ട് അവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് കരുതാമെന്ന് പറയുമ്പം ഒന്നും പ്രവചിക്കാനൊന്നും പറ്റത്തില്ലെന്ന് നന്ദു. ചിലപ്പോൾ ഇത്തരക്കാരുടെ രഹസ്യങ്ങൾ അറിഞ്ഞാലും അവർ അറിഞ്ഞതായിട്ട് ഭാവിക്കില്ല എന്നും നയന പറയുവാണ്. അപ്പം എന്തായാലും സാധാരണ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒരു മത്സരത്തിനൊന്നും അല്ല ഇവർ വന്നിരിക്കുന്നത്. ഇവിടെ ലോങ് ചെയ്തപ്പോൾ തന്നെ നവ്യ ചേച്ചി അവർ പിടിച്ച് മോഡലാക്കി. ഇപ്പം അതേ അഭി എന്ന കാട്ടുകള്ളനെ പുതിയ ബ്രാഞ്ചിലേക്ക് അവർ സെലക്ട് ചെയ്തിരിക്കുക. അതൊക്കെ തന്നെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് ഉറപ്പാണെന്ന് പറയുമ്പം അതൊക്കെ എനിക്കറിയാം. അവരെ മാത്രമല്ല, ഇത്രയും നാൾ നമ്മുടെ ബിസിനസ് വിശ്വസ്തരായിട്ട് നിന്ന് പലരെയും റാഞ്ചാനുള്ള തയ്യാറെടുപ്പിലാണ് അവരെന്ന്. പല കാരണങ്ങളും പറഞ്ഞ് ചില സ്റ്റാഫുകളൊക്കെ മൂർത്തി ജ്വല്ലറി വിട്ടു പോകാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അവരൊക്കെ പോകാൻ കാരണം AN ജ്വല്ലറിക്കാർ വലിയ ഓഫറുകൾ കൊടുത്തിട്ട് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പോകുന്നവർ താൽക്കാലിക ലാഭത്തിന് വേണ്ടി പോകുന്നവരാണ്. അങ്ങനെയുള്ളവർ പോകുന്നതല്ലേ ആദർശേട്ടാ നല്ലതെന്ന് ചോദിച്ചു നന്ദു. അതെ, അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവരൊന്നും തടഞ്ഞു നിർത്തേണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. എന്തായാലും കേട്ട വാർത്ത അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. അയാളുടെ കാര്യം അപകടത്തിലാകുമെന്ന് ഞാൻ നേരത്തെ തന്നെ നന്ദുവിനോട് സൂചിപ്പിച്ചതല്ലായിരുന്നു എന്ന് ആദർശ് നന്ദുവിനോട് പറയണം. സാധാരണ സ്വർണ്ണ ബിസിനസ്സിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ആരെങ്കിലും പിടിക്കപ്പെടുമെന്ന് വന്നാൽ ഒന്നെങ്കിൽ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു മരണം, അത് രണ്ടിലൊന്ന് ഉറപ്പാണെന്നും ആദർശ് പറയുകയും ചെയ്തു. പക്ഷേ മരിച്ചവൻ്റെ ആത്മാവിനും ചില ജോലികളൊക്കെ ചെയ്യാനുണ്ടാകും, അതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നു എന്നും പറഞ്ഞ് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് വിവരം കിട്ടിയാൽ ഉടനെ തന്നെ എന്നെ വിളിക്കണമെന്നും പറഞ്ഞ് ആദർശം നയനയും കൂടി അവിടെ നിന്ന് പോവുകയാണ്, യാത്ര പറഞ്ഞു. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ നന്ദു അവിടെ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മുത്തശ്ശൻ അവിടെ ഇരുന്ന് ഫോണിൽ സംസാരിക്കുക. നിങ്ങളുടെ ജോലി അവൻ്റെ സന്തോഷത്തെ ഇല്ലാണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു. ആ ശരി, ഓക്കെ എന്നും പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മുത്തശ്ശൻ അവിടെ അങ്ങനെ ഇരിക്കുവാണേ. അപ്പോഴേക്കും മുത്തശ്ശി, അതെ ആ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന കാറിൻ്റെ ഡ്രൈവർ മരിച്ചല്ലോ, അതെ അയാളെ കൊന്നതാണെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ അതേന്ന് പറഞ്ഞിരിക്കുന്നു നമ്മുടെ മുത്തശ്ശനും. അപ്പോൾ ആദർശ് ഇപ്പോൾ AN ജ്വല്ലറിക്ക് പിന്നാലെയാ. ഇനി അവനും എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പം അവനൊരാപത്തും ഉണ്ടാകില്ല, അവൻ്റെ പിന്നാലെ ഏത് നേരവും 2 കണ്ണുകളുണ്ടെന്ന് മുത്തശ്ശൻ പറയുമ്പം എന്നാലും ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവരാ എതിരാളികളെന്ന കാര്യം മുത്തശ്ശി പറയുക. അവൻ ഗൾഫിൽ പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഭാഗ്യത്തിന് ജയിലിൽ കിടക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അവിടുന്ന് അവനെ രക്ഷപ്പെടുത്താമെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ വെച്ച് ശത്രുക്കൾക്ക് എൻ്റെ കൊച്ചുമോനെ ഒന്ന് തൊടാൻ പറ്റുമോ എന്ന് മുത്തശ്ശിയോട് ചോദിച്ചു. പക്ഷേ ബോംബെയിൽ വെച്ച് മോനെ കെണിയിൽ പെടുത്തിയില്ലേ എന്ന് ചോദിച്ചു. അത് ഇദ്ദേഹത്തിന് തടയാൻ പറ്റിയില്ലല്ലോ എന്നും മുത്തശ്ശി പറയുമ്പോൾ അവിടെ ചെറിയൊരു പിഴവ് സംഭവിച്ചു, അത് ഞാൻ സമ്മതിച്ചു തരുന്നു, ഞാൻ നിഷേധിക്കുന്നില്ല. എനിക്കെന്തായാലും ഒരു സമാധാനവും ഇല്ല. ഒന്ന് ദാമുവിനെ വിളിച്ചേ, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്ന് ചോദിച്ചേ. അപ്പം തൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ എന്നിട്ട് ഫോൺ എടുത്ത് വേഗം തന്നെ ദാമുവിനെ വിളിക്കും. അപ്പോൾ ദാമു ഇതൊക്കെ ഉണ്ടോ, ഇവിടെ ഓരോരോ വാർത്തകൾ കേട്ടിട്ട് ആദർശിൻ്റെ മുത്തശ്ശിക്ക് ഒരു സമാധാനം ഇല്ലടോ എന്ന് പറയാണ്. കള്ളക്കടത്ത് സ്വർണവുമായി വന്ന ഡ്രൈവർ കൊല്ലപ്പെട്ടു. അപ്പോൾ വിവരം അറിഞ്ഞിട്ട് ഇനി ആദർശിന് ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഭാര്യയ്ക്ക് എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് സാറിന് അങ്ങനെയുള്ള ഭയമൊന്നും ഇല്ല എന്ന് പറഞ്ഞു ദാമു. അവിടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ആ എലിസബത്ത് അവളുടെ സേവനം നിർത്തിയിട്ട് പോകാതിരുന്നത് ഭാഗ്യമായി എന്ന് പറഞ്ഞു. എന്തു പറ്റിയടോ, എന്താ കാര്യം? അപ്പം നയനമോളുടെ അമ്മയെ ഇടയ്ക്ക് ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് അവളെ സംശയിക്കുന്നത് പോലെ ചില സംസാരങ്ങളൊക്കെ നടത്തി. അവൾ കള്ളിയാണോ എന്നറിയാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പം ചേടാ, എന്നിട്ടോ അവളെല്ലാം ഇട്ട് കളഞ്ഞിട്ട് പോകാതിരുന്നത് എന്തായാലും നന്നായി. സാറിനെ ഓർത്ത് മാത്രമാണ് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിവിടെ നിന്നത്. അപ്പോൾ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മോൾക്ക് അങ്ങനെ ഒരാളുടെ സഹായം വളരെ ആവശ്യമാണെന്ന് മുത്തശ്ശൻ ദാമുവിനോട് പറയണം. നിങ്ങൾ 2 പേരും അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമാണെന്നും. അല്ല നയനമോൾ അവിടെ ഇല്ലേന്ന് ചോദിച്ചപ്പം ഇല്ല, സാറിനപ്പോഴും പുറത്ത് പോയിരിക്കാം. ശരി ആയിക്കോട്ടെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ നയനമോളുടെ അമ്മ വന്ന് ചെയ്ത കാര്യം മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശിയോട് പറയാം. അതിങ്ങനെയൊക്കെ ചെയ്താൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും സ്ത്രീകൾ സഹിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി ഒന്ന് ചിരിച്ചു. കനക മോളുടെയും മോൻ്റെയും നല്ലതിന് വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയുന്ന മുത്തശ്ശിയോട് എന്തായാലും എന്നെ ഓർത്ത് ദാമു എലിസബത്തും പെട്ടെന്നൊന്നും അവിടുന്ന് പോകത്തില്ല എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. പിന്നെ നയനെ ആദർശിനൊപ്പം പുറത്തു പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്.
നന്നായി റെസ്റ്റ് വേണ്ട സമയമാണ്, വെറുതെ ചുറ്റിത്തിരിഞ്ഞിങ്ങനെ നടക്കരുതെന്ന് താനൊന്ന് വിളിച്ചു പറയണം കേട്ടോ എന്ന് മുത്തശ്ശൻ പറഞ്ഞേ. എനിക്കത് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന്. അപ്പോൾ മുത്തശ്ശി ഒന്ന് ചിരിച്ചു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശിൻ്റെ ഫോണിലേക്ക് ഇതേ കോള് വരുന്നു. ആദർശിൻ്റെ അല്ല, നയനയുടെ ഫോണിലേക്ക് കോള് വരുന്നു. അന്നേരം ആദർശേട്ട മുത്തശ്ശിയാണല്ലോ, വേഗം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതെ വേഗം തന്നെ നയന ഫോൺ എടുത്തു. ഹലോ മുത്തശ്ശി, എവിടെ മോളേന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം ഞാൻ ആദർശൻ്റെ കൂടെ ഒരു യാത്രയിലെ മുത്തശ്ശി. ആ, മോള് റെസ്റ്റ് എടുക്കുവാണോ അതോ കറങ്ങി നടക്കുവാണോ എന്ന് അറിയാൻ വേണ്ടിയാ വിളിച്ചതെന്ന് മുത്തശ്ശി പറയുമ്പം നയന ഇങ്ങനെ ആദർശനെ നോക്കുക. എന്തിനാ ഏത് നേരം അവനൊപ്പം ഇങ്ങനെ കറങ്ങുന്ന, വീട്ടിലിരുന്നൂടെ? ഇപ്പം മോളെ നോക്കാൻ വീട്ടിൽ 2 പേരുണ്ടല്ലോ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, ഇങ്ങനെ ഏത് നേരവും പുറത്തിറങ്ങി നടക്കുകയാണെങ്കിലേ കുഴപ്പമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരിടത്ത് അടങ്ങിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ വീട്ടിലെത്തിക്കോളാം മുത്തശ്ശി. എന്നാലേ ഒന്ന് ആദർശിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഹലോ മുത്തശ്ശി, പറഞ്ഞോളാൻ പറഞ്ഞു. അതെ നിനക്കൊപ്പം വന്ന് താമസിക്കണമെന്ന് മോള് വാശി പിടിച്ചതേ മോളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് മുത്തശ്ശി ആദർശനോട് പറയുവാണ്. ആ നേരത്ത് നീ ഇങ്ങനെ മോളെയും കൊണ്ട് ചുറ്റിക്കറങ്ങാൻ പാടില്ല. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂടെ വരണമെന്ന് നയന തന്നെ മുത്തശ്ശി പറഞ്ഞത്. അപ്പം അധികമൊന്നും കറക്കം വേണ്ട, നല്ല റോഡിലൂടെ വേണം പോകാൻ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ശരി മുത്തശ്ശി, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നെ മുത്തശ്ശനെങ്ങാനും അടുത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മുത്തശ്ശനെ നോക്കുക. അപ്പോൾ ഇല്ല, ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശം ഒന്ന് ചിരിച്ചു. ഞാൻ ഇടയ്ക്ക് നിങ്ങളെ വിളിക്കണമെന്ന് പറയുമ്പം ഒരേ കുറ്റപ്പെടുത്തലാണെന്ന് മുത്തശ്ശൻ്റെ ആ സ്വഭാവമൊക്കെ മാറും. പിന്നെ എന്നെ 2 കൈയും നീട്ടി സ്വീകരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞാൻ പറയുമ്പം അങ്ങനെ ഓടുന്ന സമയത്തെ നയനമോളെ കൂടെ കൂട്ടുണ്ടെന്നാ പറഞ്ഞത്, മനസ്സിലായോ? ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശി, ശരി എന്നാലെന്നും പറഞ്ഞു ഫോണും അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കള്ളം പറയേണ്ട അവസ്ഥയാകട്ടെ ഇപ്പം. അപ്പം നല്ലതിന് വേണ്ടിയല്ലേ വസുന്ധര നമ്മൾ കള്ളം പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് തലയെടുപ്പോടെ വരുമെന്ന് ആദർശ് പറഞ്ഞത് എന്ന കാര്യം ഇങ്ങനെ മുത്തശ്ശനോട് പറയുമ്പം അങ്ങനെ തന്നെ അവൻ വരണം, അത് കാണണം എനിക്ക്. അവൻ തോറ്റാലേ അത് ഞാൻ തോക്കുന്നതിന് തുല്യമാണെന്നും മുത്തശ്ശിയോട് പറഞ്ഞു. നമ്മൾ ഈ വീടിൻ്റെ പടി ഇറങ്ങി പോകുന്നതിന് മുൻപ് നമ്മുടെ ഈ കുടുംബവും കാരണവന്മാരെന്നെ ഏൽപ്പിച്ച ബിസിനസ്സും ഭദ്രമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണമെന്നും മുത്തശ്ശൻ പറയുവാണ്. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവർ 2 പേരും കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അനന്തപുരിയിൽ നിന്നും പോകാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനം ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നാഗേന്ദ്രനെ കേട്ടോ. നാഗേന്ദ്രനും ഡേവിഡും ഒക്കെ ഇരുന്ന് സംസാരിക്കുക. സാറേ, ഇനി ആ കേസ് നമ്മളിലേക്ക് എങ്ങനെ നീളുമെന്ന് ചോദിച്ചു. അപ്പം നമ്മളിലേക്ക് വന്നാലും അത് തൻ്റെ അടുത്ത് വരെ എത്തത്തുള്ളൂ എന്ന് നാഗേന്ദ്രൻ ഡേവിഡിനോട് പറഞ്ഞു. അവിടെ താൻ കാര്യങ്ങൾ കൃത്യമായി ഡീൽ ചെയ്യണമെന്നും പറഞ്ഞു. എന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവന്തികയ്ക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ ഇവിടേക്ക് താൻ വരുന്നത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമ്മുടെ ചില സ്റ്റാഫുകൾ സ്റ്റേ ചെയ്യുന്നുണ്ട്, അവരെ കാണാനാണെന്നേ കരുതുകയുള്ളൂ. എന്ന് മാത്രമല്ല ഇവിടെ മൊത്തം നമ്മുടെ ആൾക്കാരാണ് എന്നൊക്കെ നാഗേന്ദ്രൻ പറയുക കേട്ടോ. നമ്മുടെ കോൾസ് ചോർത്തിയത് കൊണ്ടായിരിക്കുമല്ലോ അച്ഛാ ഇപ്പം നന്ദുവിന് ആ സ്വർണത്തെ പറ്റിയുള്ള വിവരവും കാര്യങ്ങളൊക്കെ കിട്ടിയതെന്ന് അവന്തിക പറഞ്ഞപ്പം അതെ, ആരോ അതിവിദഗ്ധമായിട്ട് നമ്മുടെ കോളുകൾ പിടിച്ചെടുക്കുന്നുണ്ടോ ഡേവിഡ് എന്ന് പറഞ്ഞു. ആര് ശ്രമിച്ചാലും ഞാൻ സാറിനെ വിളിക്കുന്നത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് ഡേവിഡ് അന്നേരം പറഞ്ഞു. അങ്ങനെ നമ്പർ ഹാക്ക് ചെയ്താണ് ആദർശിൻ്റെ പല നീക്കങ്ങളും നമ്മൾ അറിഞ്ഞത് എന്ന് ഈ നാഗേന്ദ്രൻ പറഞ്ഞു. പിന്നെ അബിയെ നമ്മൾ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം പക്ഷേ ഇപ്പം അവരുടെ മൊബൈലിൽ നിന്ന് അങ്ങനെ അധികം കോൾസ് ഒന്നും പോകുന്നില്ല എന്നും അവൻ മറ്റൊരു സിം എടുത്തോ എന്നൊരു സംശയമുണ്ട് എന്നും പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവരും ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കത്തുള്ളൂ എന്ന് നാഗേന്ദ്രൻ പറഞ്ഞു. അച്ഛൻ ചിന്തിക്കുന്നത് പോലെ ആദർശും നയനയും വീട്ടിൽ നിന്നും ജ്വല്ലറിയിൽ നിന്നും പുറത്തായതിൻ്റെ നിരാശയോടെ നടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവന്തിക അച്ഛനോട് പറയുക. ഇടയ്ക്ക് സന്തോഷത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണെന്നൊക്കെ പറയുമ്പോൾ നാഗേന്ദ്രന് മൊത്തത്തിലൊരു സംശയം. പുറത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ ആദർശേട്ടൻ ശ്രമിക്കുമെന്നാണ് അമ്മ അവനോട് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ കേട്ടല്ലോടോ, അവൻ മാനസികമായി തകർന്നെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അവൻ പുറത്തുനിന്ന് എന്തെങ്കിലും അന്വേഷണം തുടങ്ങി കാണുമെന്ന് നാഗേന്ദ്രൻ ചോദിക്കുമ്പം ഒരു കാര്യം എന്തായാലും ഉറപ്പാ സാറേ, അവൻ്റെ അനിയത്തി ആ നന്ദു നമ്മളെ പൂട്ടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നുള്ളത്. അതെ, അവൾ എൻ്റെ മോനെ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചവളാ, ജയിലിൽ കിടത്തിയവളാ. അതൊക്കെ അവൻ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് നാഗേന്ദ്രൻ. അവളുടെ ജോലി തെറിപ്പിക്കാൻ എന്താ ഒരു മാർഗം എന്ന് അവന്തിക നാഗേന്ദ്രനോട് ചോദിക്കുമ്പം ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് വിഷു ആണെന്നും വിഷുവിന് കസ്റ്റമേഴ്സിനെ ഞെട്ടിക്കാൻ വേണ്ടിയാണ് കള്ളക്കടത്ത് സ്വർണം വരുത്തിച്ചത് തന്നെയെന്നും നാഗേന്ദ്രൻ പറയുക. വമ്പിച്ച വിലക്കുറവിൽ പുതിയ ഷോറൂമിന് ഒരു ഓഫർ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നും നാഗേന്ദ്രൻ മകളോട് പറയണം. സാരമില്ല പോട്ടെ, ഈ നഷ്ടം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നും നാഗേന്ദ്രൻ പറയുന്നു. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മോളെ ഈ അച്ഛൻ പുറപ്പെട്ടിരിക്കുന്നതെന്നും ഇനി തോറ്റു പിന്മാറുന്ന പ്രശ്നമില്ല എന്ന കാര്യവും പറഞ്ഞ് മോളുടെ വിവാഹത്തിന് മുൻപ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കണമെന്നും
ഈ നാഗേന്ദ്രൻ പറയുക, അച്ഛനും മോനും തമ്മിൽ കാണാൻ സമയമായോ എന്ന് ചോദിച്ചപ്പം ഒരിക്കലും ഇല്ല. അഭി മോളെ പോലെയല്ല, അവനെ എടുത്തു ചാട്ടം കുറച്ച് കൂടുതലാണെന്ന കാര്യം നാഗേന്ദ്രൻ പറഞ്ഞു. AN ജ്വല്ലറി അവൻ്റെ അച്ഛൻ്റേതാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ കൂടുതൽ അങ്ങ് കയറി അഹങ്കരിക്കുമെന്നും നാഗേന്ദ്രൻ പറയണു. പിന്നെ അവൻ ആദ്യം പണി പഠിക്കട്ടെ, അതിന് കഴിവും പ്രാപ്തിയുള്ളവരെയാണ് അവൻ്റെ മുകളിൽ ഞാൻ വെച്ചിരിക്കുന്നതെന്നും അതിനുശേഷം അവൻ നോക്കുന്ന ബ്രാഞ്ചിൻ്റെ MD അവനും പിന്നെ മറ്റേ ബ്രാഞ്ചിൻ്റെ MD മോളും ആയിരിക്കും എന്ന കാര്യമൊക്കെ ഇയാൾ പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്താ സന്തോഷം അവന്തികയ്ക്ക്. പിന്നെ ദേ നിങ്ങൾ കേരളം മുഴുവനും ഭരിക്കും എന്നും പറയുന്നു. അയ്യോ അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷം. അബിയെ ഒരു സ്റ്റാഫ് പോലും ആക്കാതെ പുറത്താക്കിയതിന് നമ്മൾ കൊടുക്കുന്ന തിരിച്ചടി അതായിരിക്കും മോളെ എന്നും നാഗേന്ദ്രൻ അവന്തികയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം ഇപ്പം കണ്ടില്ല ഒരുത്തൻ മരിച്ചത്. അതുപോലെ ഇനി നമ്മളെ തോൽപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അങ്ങനെ ഒരു ശിക്ഷയായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്നും നാഗേന്ദ്രൻ അവന്തികയോട് പറയുക. അതിന് മൂർത്തിക്കായാലും ആദർശനായാലും ആർക്കായാലും അങ്ങനെ തന്നെയാകും ഉണ്ടാവുക എന്നും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ വലിയ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക മകളെ നിന്നും അങ്ങനെ ദിവാസ്വപ്നം ഒരുപാട് കാണുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു നമ്മുടെ നവീൻ. അന്നേരത്തേക്കും അങ്ങ് നമ്മുടെ അനി വന്നു. അനി വന്നപ്പോൾ നവീനെ കാണാനാണ് വരുന്നത്. അപ്പോൾ നവീൻ്റെ മുഖത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ശ്രദ്ധയിൽ പെടുന്നുമുണ്ട്. അപ്പോൾ എന്താടാ ദേ നീ എനിക്ക് ഈ ബന്ധം ഇഷ്ടമല്ല എന്ന് പറഞ്ഞോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എടാ അത് ഞാൻ എങ്ങനെയാടാ പറയുന്നതെന്ന് അനി ചോദിക്കാട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അപ്പം എല്ലാവരും എനിക്ക് അസൂയാണെന്നല്ലേ കരുതത്തുള്ളൂ എന്ന കാര്യം ചോദിക്കുന്നു. നിന്നെ പോലെ ഒരു പയ്യനെ അവർ വിട്ട് കളയില്ല എന്നും അതുപോലെ തന്നെ നിന്റെ കുടുംബമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നതിലെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണെന്നും അനി പറയുമ്പം ഷോ എന്ന് പറഞ്ഞിരിക്കുക നവീൻ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കയറി നിന്നാലേ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തല്ലേ ഉള്ളൂ എന്നും അനി ചോദിച്ചു. അതുമാത്രമല്ല അവളെൻ്റെ അപ്പച്ചിയുടെ മോള, അതായത് മുറപ്പെണ്ണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പിന്നെ എല്ലാവരും കൂടെ പറയും എനിക്ക് അവളോട് എന്തോ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ മനഃപൂർവ്വ ബന്ധം കലക്കി കളയുകയാണെന്ന്. അല്ലടാ നീ പറഞ്ഞതുപോലെ അവൾ നിന്റെ മറുപ്പെണ്ണല്ലേ, അപ്പോൾ നിനക്ക് അവളെ ആലോചിച്ചൂടെ എന്ന് ചോദിച്ചപ്പം നീ എന്തൊക്കെയാടാ പറയുന്നത്, ഞാൻ നിനക്ക് കൊന്നുകളയും കേട്ടോ. എടാ അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. ഞാനും അങ്ങനെ തന്നെയാടാ, അവളെ എനിക്ക് നേരത്തെ അറിയാമല്ലോ. ഒരിക്കൽ പോലും അവളെ കല്യാണം കഴിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും നോക്കിയിട്ട് കൂടിയില്ല. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ അവളെ മരുമകളാക്കി കഴിഞ്ഞു, അവിടെയാണ് ഞാൻ പെട്ടുപോയതെന്ന് നവീൻ പറയുവാണ്. ഞാനിനി ഈ കുരുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാടാ ആലോചിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എടാ നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൾ നല്ല കുട്ടിയാടാ, അപ്പം നല്ല കുട്ടിയാണെങ്കിൽ നീ കെട്ടിക്കോളാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് നവീൻ ദേഷ്യത്തോടെ അനിയോട് ചോദിച്ചു. പിന്നെ എനിക്ക് നന്ദുവിനെ അല്ലാതെ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞേക്കാം അനി. നീ ആണെങ്കിൽ അതിട്ട് അവളെ അറിയിക്കത്തുമില്ല എന്ന് പറയുമ്പോൾ എടാ നിന്നെ നാണം കെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയാതിരിക്കുന്നത് എന്ന് അനി പറയുവാണ്. അവൾ നിന്നെ ഒരു ആങ്ങളെ പോലെ കാണുന്നത്, അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയുള്ള അവളോട് നിന്റെ ആഗ്രഹം തുറന്നു പറയാൻ എനിക്ക് പറ്റുമോടാന്നൊക്കെ ചോദിച്ചപ്പം എടാ ആങ്ങളെ എന്നുള്ള ഫീലിങ്സൊക്കെ അവൾക്കുണ്ടെങ്കിൽ അത് നീ എടുത്തങ്ങ് കളയണമെന്ന് പറഞ്ഞു അനിയോടി നവീൻ. എടാ നീ കുരിശെല്ലാം കൂടി എന്നെ ഏൽപ്പിക്കുന്നത് എന്തിനാടാ, നീ സോൾവ് ചെയ്യേണ്ട കാര്യം നീ തന്നെ ചെയ്യാനും അനി ഇങ്ങനെ നവീനോട് പറഞ്ഞപ്പം ശരി അവന്തിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവളോട് നേരിട്ട് ഞാൻ സംസാരിച്ചോളാമെന്ന് പറയുമ്പം അല്ല അവളോട് മാത്രം സംസാരിച്ചാൽ പോരല്ലോ, നിന്റെ അമ്മയും മുത്തശ്ശനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നീ തിരുത്തണ്ടേ എന്ന് ചോദിച്ചു. മുത്തശ്ശൻ്റെ കാര്യം കുഴപ്പമൊന്നുമില്ല, അമ്മയാണ് മൊത്തത്തിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. എടാ അതുമാത്രമല്ലല്ലോ വീട്ടിലെല്ലാവരും നല്ല പ്രതീക്ഷയിലാടാ, നിന്നെ എല്ലാവർക്കും എന്ത് ഇഷ്ടമാണെന്നോ അവിടെ നിന്റെ വീട്ടിലുള്ളവരെ എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവിടുന്ന് ഒരു പെണ്ണെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് നവീൻ പറഞ്ഞു. എന്ന് മാത്രമല്ല ഈ അവന്തിക എത്ര നല്ലവളാണെന്നൊക്കെ പറഞ്ഞാലും അവൾ അഭിയുടെ അനിയത്തിയാണെന്നും നവീൻ പറഞ്ഞു കൊടുക്കുവാണ് എനിക്ക്. അവനെപ്പോലെ ഒരുത്തൻ എനിക്ക് അളിയനാക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നും പറഞ്ഞു. അതുപോലെ തന്നെ അവളുടെ അമ്മയുടെ കാര്യം ഏറെക്കുറെയൊക്കെ നിനക്ക് അറിയാവുന്നതാണല്ലോ, അതൊന്നും എനിക്ക് പറ്റുന്ന പരിപാടിയല്ല. നല്ല അസൂയയും കുശുമ്പുള്ള കൂട്ടത്തിൽ അവർ, അതൊന്നും ശരിയാവത്തേ ഇല്ല. എന്നാൽ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ തന്നെ അങ്ങ് ചെയ്യുക, നീ എന്നെ ഇതിനകത്തേക്കൊന്നും വലിച്ചഴിക്കാതിരുന്നാൽ മതിയെന്നും അനി പറയുമ്പം ഞാൻ പറയാനുള്ളത് അവന്തികയോട് നേരിട്ട് തന്നെ പറഞ്ഞോളാം. അപ്പോൾ അതിനൊരിടനിലക്കാരൻ്റെ ആവശ്യം എനിക്കില്ല. എന്തായാലും ആദ്യം ഈ കല്യാണാലോചന എന്നെ സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് എൻ്റെ പെണ്ണിനോട് കാര്യങ്ങൾ പറയണം. ആ ജോലിയും ഞാൻ തന്നെ ഏറ്റെടുത്തോളാം നവീൻ ഇങ്ങനെ പറയട്ടോ. അപ്പോഴത്തേക്ക് എനിക്കുള്ള സമാധാനം പോയി. എടാ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് അനി ദൈവമേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണുന്നത് അവന്തികയും അതുപോലെ നവീനും കൂടെ കാണുന്നു സംസാരിച്ച് കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നവീനാണെങ്കിൽ എല്ലാം വളരെ പെട്ടെന്നായിപ്പോയല്ലേ എന്ന് അവന്തികയോട് ചോദിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് എന്നെ അവന്തികയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതും കല്യാണാലോചന നടത്തിയതൊക്കെ എന്ന് നവീൻ പറയുമ്പം എനിക്കും അത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയെന്ന് ഈ അവന്തികയും പറഞ്ഞു. പിന്നെ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് നവീനേട്ടനെ ഇഷ്ടമായിരുന്നു എന്ന് അവന്തിക പറയാം കേട്ടോ.
കോടതിയിലെ അനിയേട്ടനെയും മുത്തശ്ശനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് രക്ഷിച്ചെടുത്തു എന്ന് അറിഞ്ഞപ്പോൾ അതിലേറെ ഇഷ്ടം തോന്നിയെന്നും അവന്തിക പറയണേ എന്ന് പറഞ്ഞ് നവീൻ ചിരിക്കുക. അപ്പോൾ ഒന്ന് ഇതുപോലെ സംസാരിക്കണമെന്നും ഉണ്ടായിരുന്നു. അപ്പോഴാണ് നവീനേട്ടൻ എന്നെ വിളിച്ചതെന്നും അവന്തിക നവീനോട് പറയും. നവീനാണെങ്കിൽ നിന്ന് അങ്ങ് ഉരുകുവാണ് അവന്തികയുടെ മുന്നിൽ. അപ്പോൾ പറയുകയും വേണം, ഈ ഡയലോഗുകൾക്കിടയിൽ പറയാനൊരു ഗ്യാപ്പ് നമ്മുടെ നവീൻ കിട്ടുന്നില്ല. അപ്പോൾ ഇവളെന്നോട് ഇത്ര ഇഷ്ടപ്പെടുമ്പം എങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇവളോട് പറയുന്നതെന്ന് നവീൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നേ. എനിക്ക് പൊതുവെ ബോൾഡായ പെൺകുട്ടികളോടാണ് താല്പര്യം കൂടുതലെന്ന് പറയുമ്പം ഞാനെന്താ ബോൾഡല്ലേ നവീനേട്ടാന്ന് ചോദിച്ചു. ഞാനും വിദേശത്തൊക്കെ പഠിച്ചതാ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പുള്ളിക്കാർ വലിയതായി നിൽക്കുക. അല്ല, ഞാൻ പറയുമായിരുന്നു എന്ന് നവീനെ. അപ്പോൾ എനിക്ക് തൻ്റെ ഇടത്തിനും ധൈര്യത്തിനൊന്നും ഒരു കുറവും ഇല്ല എൻ്റെ നവീനേട്ട. നല്ല ബ്രില്യൻ്റ് ആയ ഒരാൾ ഹസ്ബൻഡായി വരണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നെന്നും പ്രത്യേകിച്ച് അടുത്തറിയാവുന്ന ഒരാൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവന്തിക പറയാം. പിന്നെ നമ്മുടെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ വർഷങ്ങളായിട്ട് അറിയാം. അതൊക്കെ വലിയ ബ്ലസ്സായിട്ട് തന്നെ ഞാനും കാണുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാ വിവാഹാലോചനയായിട്ട് വരുന്നതെങ്കിലും വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ എന്ന കാര്യം ഈ അവന്തിക പറയണു. പിന്നെ വീട്ടിലുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് എൻ്റെ ജീവിതം ഹോമിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കുക നമ്മുടെ നവീൻ. എന്തായാലും എന്നെ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്ന ആളെ കണ്ടിട്ടെ എനിക്ക് ആ ബന്ധം മതിയെന്ന് പറയാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും അവന്തിക നവീനോട് പറഞ്ഞപ്പം ചിരിച്ചോണ്ടിരിക്കുക നവീൻ. ഇനിയിപ്പോൾ നമ്മൾ തമ്മിലുള്ള കല്യാണം എന്തെങ്കിലും കാരണം കൊണ്ട് നടക്കാതെ വന്നാൽ അതെനിക്ക് വല്ലാത്തൊരു ഷോക്കായിരിക്കുമെന്നും അവന്തിക നവീനോട് പറയണം. നവീൻ പെട്ടു. പിന്നെ മറ്റൊരു മാരേജിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്നും അവന്തിക പറഞ്ഞപ്പോഴും നവീൻ ചിരിക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ അത്രയ്ക്കിഷ്ടമാണ് എനിക്ക് നവീനേട്ടനെ. അച്ഛൻ്റെ സപ്പോർട്ട് ചെയ്തത് പാതപ്പിച്ച് കയറ്റുകയാണ് മകള്. നവീനാണെങ്കിൽ ആകെ പെട്ടു. ഒന്നും പറയാനും പറ്റില്ല. ആകെ വല്ലാത്തൊരിതിലിരിക്കുവാണ്. തനിക്ക് കല്യാണം വേണ്ടെന്ന് പറയാമെന്ന് നവീന. പാവം കുഴഞ്ഞല്ലോ ഭഗവാൻ, ഇങ്ങനെയുള്ള ഇവളോട് എടുത്തടിച്ച് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് ഇവളെ വല്ലാതെ വേദനിപ്പിക്കുമല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനല്ലേ വന്നത്? ചിന്തിക്കുന്നതൊക്കെ കോടതിയിൽ പോയി ചിന്തിച്ചാൽ മതിയെന്നും എന്താ ആലോചിക്കുന്നതെന്നും അവന്തിക ചോദിക്കുമ്പം ഒന്നുമില്ല വെറുതെ. നവീനേട്ടനെ കുറച്ച് റിസർവ്ഡ് ആണെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് മൂളിക്കൊണ്ടിരിക്കുക. പഠിക്കുന്ന കാലത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ല നവീനേട്ടൻ. പിന്നെ എനിക്ക് അത്തരം ചെറുപ്പക്കാരെ ആട്ടോ ഒരുപാട് ഇഷ്ടം. നവീനേട്ടൻ എന്താ ഒന്നും പറയാത്തേ? അത് പിന്നെ ഞാനെന്ത് പറയാനാണെന്ന് ചോദിച്ചു. കുറച്ച് നാൾ പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് അവന്തിക പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിരിക്കുക നവീൻ. പക്ഷേ ഇതിപ്പോൾ ചിങ്ങത്തിൽ കല്യാണം പറഞ്ഞിരിക്കുക, അതിനി കുറച്ച് നാളല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴും നവീൻ നിന്നങ്ങ് ഉരുകാൻ തുടങ്ങി. പിന്നെ ആലോചിച്ചപ്പോൾ നല്ല നല്ല ബന്ധങ്ങൾ വരുമ്പോഴേ കാത്തിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത് കേട്ടോ. പിന്നെ എൻ്റെ ഏട്ടനെ അമ്മയും പോലെയൊന്നും എന്നെ കാണണ്ടാട്ടോ എന്നും അവന്തിക പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ പാത പിന്തുടരുന്ന കൂട്ടത്തിലാണെന്നും അവന്തിക നവീനോട് പറയുമ്പോഴും ചിരിക്കുക. എന്നോട് എന്തൊക്കെയോ പറയണമെന്ന് കരുതിയാണ് വിളിപ്പിച്ചത്. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ പറയാനുള്ളതൊക്കെ മറന്നുപോയി. അതല്ലേ ശരിക്കും സംഭവിച്ചതെന്ന് അവന്തിക ചോദിച്ചപ്പോൾ അല്ല ഒരു ഐസ്ക്രീം കൂടി പറയട്ടെ എന്ന് ചോദിച്ചു. അയ്യോ എൻ്റെ പൊന്നോ വേണ്ട, തണുപ്പ് എനിക്ക് അത്രയ്ക്ക് പിടിക്കില്ല, കോൾഡ് സെക്ഷൻ പെട്ടെന്ന് കയറി വരുമെന്നൊക്കെ പറഞ്ഞ് അവന്തിക അതങ്ങ് ഒഴിവാക്കി. അല്ല ഹണിമൂൺ ട്രിപ്പൊക്കെ എവിടെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ ഹണിമൂണോ, ഞാൻ പഠിച്ച സ്ഥലമായതുകൊണ്ട് അയർലൻഡിലേക്ക് പോയാൽ നന്നായിരിക്കും എന്നൊക്കെ പറയാം. അപ്പോൾ ഇവള് ഹണിമൂൺ വരെ പ്ലാൻ ചെയ്ത് എന്തൊരു കഷ്ടമാണോ എന്തോ എൻ്റെ ദൈവമേ. ആദ്യം നമ്മുടെ രാജ്യത്തുള്ള 1-2 ഹണിമൂൺ പ്ലേസിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 10-15 ദിവസം ഫോറിൻ കൺട്രീസിലേക്ക് പോകാം. എന്തായാലും 1 മാസം ഇനി കോടതിയും കേസും ഒക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. എന്താ അത് പറ്റത്തില്ലേന്ന് ചോദിച്ചു. നോക്കാം, നമുക്ക് നോക്കാം. എന്നാൽ പിന്നെ ഞാൻ പൊക്കോട്ടെ നവീനേട്ടാ. എന്നാൽ ശരി പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോയി. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ ഇരിക്കുക. അപ്പോഴേക്കും അനി നവീനെ വിളിച്ചു. എന്താ എടാന്ന് ചോദിച്ചു. ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് അവൾക്കാണെങ്കിൽ എന്നോട് ഒടുക്കത്ത് ഇഷ്ടമാടാ. ഒരു തരം പ്രേമമാണെന്ന് അവൾ പറയുന്നത്. അങ്ങനെയുള്ളവൾക്ക് മുന്നിൽ എൻ്റെ മനസ്സ് എങ്ങനെ തുറക്കാനാടാന്ന് ചോദിച്ചപ്പം ഇതാ കണ്ടോ, പിന്നെ ഞാനങ്ങനെയാടാ ജോലി ഏറ്റെടുക്കുന്നത്, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പക്ഷെ ഞാനത് അവളോട് എങ്ങനെ പറയൂടാന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നീ അങ്ങ് പറഞ്ഞു. ആ ജോലി എന്തായാലും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ അനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നവീനും ആകെപ്പെട്ടിരിക്കുന്നു. എനിക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.